വേദപുസ്തകം പഴയ നിയമം എന്നും പുതിയ നിയമം എന്നുമുള്ള രണ്ട് ഭാഗങ്ങളുള്ള ഒരു പുസ്തകമാണ്. ഇംഗ്ലീഷിൽ രണ്ട് ഭാഗങ്ങളെ ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്നും ന്യൂ ടെസ്റ്റമെൻ്റ് എന്നുമാണ് വിളിക്കുന്നത്. ടെസ്റ്റമെൻ്റ് എന്ന ഇംഗ്ലീഷ് വാക്ക് ടെസ്റ്റമെൻ്റം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും ഉണ്ടായതാണ്. ഈ വാക്കിൻ്റെ അർത്ഥം ഉടമ്പടി എന്നും കരാർ എന്നുമാണ്. വേദപുസ്തകം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ്. വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം 39 പുസ്തകങ്ങളുള്ള പഴയ നിയമമാണ്. രണ്ടാമത്തെ ഭാഗം 27 പുസ്തകങ്ങളുള്ള പുതിയ നിയമമാണ്. ഈ രണ്ട് ഭാഗങ്ങളിലുമായി 66 പുസ്തകങ്ങളുണ്ട്. എല്ലാ പുസ്തകങ്ങളും ഒരു പുസ്തകമായി ഒത്തുചേരുന്നു എന്നതാണ് വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത. ഗാഢബന്ധമുള്ള ഏകീകൃതമായ ഒരു ഇതിവൃത്തമാണ് വേദപുസ്തകത്തിന് ഏകത നൽകുന്നത്. ഘട്ടം ഘട്ടമായി വെളിപ്പെടുന്ന മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ കഥയാണ് എല്ലാ പുസ്തകങ്ങളിലെയും ഇതിവൃത്തം. ഇത് പ്രധാനമായും 3 ഘട്ടങ്ങളായി വെളിപ്പെട്ടു വരുന്നു: മനുഷ്യൻ്റെ വീഴ്ച, വീണ്ടെടുപ്പ്, പൂർത്തീകരണം. യഹൂദന്മാരുടെ വിശുദ്ധ ഗ്രന്ഥമായ പഴയ നിയമത്തെ പരമ്പരാഗതമായി 3ആയി തിരിച്ചിട്ടുണ്ട്. അവയെ തോറ, നെവീം, കെറ്റൂവീം എന്നാണ് വിളിക്കുന്നത്. തോറയെ പെന്ററ്റൂക്ക് എന്നും നിയമങ്ങളെന്നും വിളിക്കാറുണ്ട്. നെവീം, കെറ്റൂവീം എന്നിവയെ യഥാക്രമം പ്രവാചകന്മാർ, രചനകൾ എന്നിങ്ങനെയും വിളിക്കാറുണ്ട്. മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടിയുടെയും വീഴ്ചയുടെയും ഭാവിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന വീണ്ടെടുപ്പിൻ്റെയും അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെയും ചരിത്രമാണ് പഴയ നിയമത്തിൽ വായിക്കുന്നത്. ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തിയിലെ മുഖ്യ വിഷയം മനുഷ്യരുടെ പാപത്തിലുള്ള വീഴ്ചയും അത് മുഖാന്തരം സംഭവിച്ച ദൈവിക ബന്ധത്തിൻ്റെ തകർച്ചയുമാണ്. ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യർ ആദാമും ഹവ്വയും ആയിരുന്നു. അവരുടെ ജീവൻ ദൈവത്തിൽ നിന്നും പകർന്നതാണ്. പരിപൂർണത ഉണ്ടായിരുന്ന ഏദൻ തോട്ടത്തിൽ അവർ ജീവിച്ചു. ഏദൻ എന്നത് ഭൂമിയിൽ കിഴക്ക് പ്രത്യേകമായി വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. അവർക്ക് ദൈവത്തോട് അഗാധമായ ബന്ധമുണ്ടായിരുന്നു. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം അവർക്ക് ഭക്ഷിക്കാമെങ്കിലും അതിലുണ്ടായിരുന്ന ഒരു വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുന്നത് ദൈവം വിലക്കി. ദൈവം കൽപ്പിച്ചത് ഇതാണ്: ഉൽപ്പത്തി 2:17. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ നിർഭാഗ്യവശാൽ അവർ പിശാചിനാൽ വഞ്ചിക്കപ്പെടുകയും വിലക്കപ്പെട്ട ഫലം ഭക്ഷിക്കുകയും ചെയ്തു. കൽപ്പന ലംഘനം ദൈവത്തോടുള്ള മത്സരം ആയതിനാൽ അത് പാപമായി ദൈവം ഭൂമിയെ ശപിച്ചു. ആദാമിനെയും ഹവ്വയെയും തോട്ടത്തിന് വെളിയിൽ ശപിക്കപ്പെട്ട ഭൂമിയിൽ ആക്കി. പാപത്തിന്റെ ഫലമായി ആദാമും ഹവ്വയും ആത്മീയമായി ഉടൻ തന്നെ മരിച്ചു. ശാരീരിക മരണവും അവരിൽ കടന്നു. ഈ സംഭവത്തെയാണ് മനുഷ്യവർഗത്തിന്റെ വീഴ്ച എന്ന് വിളിക്കുന്നത്. ഈ സംഭവത്തിന്റെ വിവരണത്തോടെ പഴയ നിയമം അവസാനിക്കുന്നില്ല. ആദാമിനെയും ഹവ്വയെയും പുറത്താക്കുന്നതിന് മുമ്പായി ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ മനുഷ്യരെ ദൈവത്തോട് വീണ്ടും നിരപ്പിക്കുന്നതിനായി ഒരു വീണ്ടെടുപ്പ് പദ്ധതി ദൈവം പ്രഖ്യാപിച്ചു. അതിനുശേഷം വിവരിക്കപ്പെടുന്ന ചരിത്രം ദൈവിക വീണ്ടെടുപ്പ് പദ്ധതിയുടെ കാലാനുഗതമായ വെളിപ്പെടൽ ആണ്. ഉൽപ്പത്തി 12-ാം അധ്യായം മുതൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതിയുടെ നിവൃത്തി ആരംഭിക്കുന്നു. ഈ ഉദ്ദേശത്തിനായി ദൈവം സന്തതി ഇല്ലാതിരുന്ന വൃദ്ധനായ അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് വേർതിരിച്ചു. അവന്റെ സന്തതി പരമ്പരകളാണ് പിന്നീട് ഇസ്രായേൽ എന്ന് അറിയപ്പെട്ടത്. ഒരു ഉടമ്പടിയിലൂടെ ദൈവം അവരുമായുള്ള അതുല്യമായ ബന്ധം ഉറപ്പിച്ചു. ദൈവം ഒരു വീണ്ടെടുപ്പുകാരനെയും നിത്യമായ രാജ്യത്വവും അവന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന വാഗ്ദത്വവും നൽകി. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ നിലവാരത്തിനൊത്തവണ്ണം വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആവശ്യമായ പ്രമാണങ്ങൾ അവൻ ഉടമ്പടിയിലൂടെ നൽകി. ചുറ്റിനുമുള്ള ജാതികളിൽ നിന്നും വേർപെട്ട ഒരു വിശുദ്ധ ജീവിതം ഇസ്രായേൽ നയിക്കണം. പാപങ്ങളിൽ നിന്നും അവരെ ശുദ്ധീകരിക്കുവാനായി ദൈവം യാഗങ്ങളുടെ ക്രമീകരണം ഉണ്ടാക്കി. എന്നാൽ ഈ ക്രമീകരണങ്ങൾ താൽക്കാലികം മാത്രമായിരുന്നു. അതിനാൽ യാഗങ്ങൾ ആവർത്തിക്കേണ്ടിയിരുന്നു. പാപികളായ ജനത്തിന് ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ലാതിരുന്നതിനാൽ അവന്റെ മുന്നിൽ ജനത്തെ പ്രതിനിധീകരിക്കുവാൻ പുരോഹിതന്മാരെയും ഏർപ്പെടുത്തി. പഴയ ഉടമ്പടിയിലെ നിയമങ്ങൾ രക്ഷയിലേക്കുള്ള മാർഗമായിരുന്നില്ല. ഇസ്രായേൽ ജനം ദൈവിക ഉടമ്പടിയോട് വിശ്വസ്തരായിരുന്നില്ല. അതിനാൽ അവർ ദൈവിക ശിക്ഷാവിധിക്ക് വിധേയരായി. ഇസ്രായേൽ എന്ന ഏകരാജ്യം ശലോമോൻ രാജാവിന്റെ മകനായ രഹബെയാമിന്റെ കാലത്ത് 2ആയി വിഭജിക്കപ്പെട്ടു. വടക്കൻ രാജ്യം ഇസ്രായേൽ എന്നും തെക്കൻ രാജ്യം യഹൂദ എന്നും അറിയപ്പെട്ടു. പിന്നീട് 2 രാജ്യത്തെയും ജനങ്ങൾ സ്വന്തം ദേശത്തിൽ നിന്നും മാറ്റപ്പെട്ടു. അന്യരാജ്യത്തെ പ്രവാസത്തിൽ ജീവിച്ചു. ബാബേൽ പ്രവാസത്തിന്റെ മുമ്പായി യഹൂദയിൽ ജീവിച്ചിരുന്ന യഹോവയുടെ ഒരു പ്രവാചകനായിരുന്നു യെരമ്യാവ്.
മാനസാന്തരപ്പെടാത്ത ഇസ്രായേൽ ജനത്തിന്റെ പാപം കാരണം അവരുടെ മേൽ വലിയ നാശം ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. ഒപ്പം ഒരു പുതിയ ഉടമ്പടി ദൈവം ചെയ്യുവാനിരിക്കുന്നു എന്നും അദ്ദേഹം പ്രവചിച്ചു. യെരമ്യാ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ: ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ചും ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞുവെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. യെരമ്യാവ് ഒരു പുതിയ ദൈവിക ഉടമ്പടി ഉണ്ടാകുമെന്നും ഇസ്രായേൽ ജനം സ്വന്തം ദേശത്ത് പുനഃസ്ഥാപിക്കപ്പെടുമെന്നും അവരുടെ പാപങ്ങൾ എന്നേക്കുമായി ക്ഷമിക്കപ്പെടുമെന്നും പ്രവചിച്ചു. അന്നാളിൽ ജനം ദൈവത്തെ നേരിട്ടറിയും. അവരുടെ ഹൃദയങ്ങളിൽ ദൈവിക പ്രമാണങ്ങൾ എഴുതപ്പെടും. അതിനാൽ അവർ ദൈവത്തെ അനുസരിച്ച് ജീവിക്കും. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള ദൈവജനത്തിന്റെ വീണ്ടെടുപ്പും അതിന്റെ സമ്പൂർണ്ണ നിവൃത്തിയുമാണ് പുതിയ നിയമത്തിലെ ഇതിവൃത്തം. മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി തീരുവാൻ ദൈവം തന്നെ ഭൂമിയിൽ യേശു എന്ന പേരുള്ള ഒരു മനുഷ്യനായി ജനിച്ചു. എന്നേക്കുമുള്ള പാപപരിഹാരത്തിനായിട്ട് മരിച്ചു. ദൈവകൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം വീണ്ടെടുക്കപ്പെടുമെന്ന പുതിയ ഉടമ്പടി ദൈവം ഉറപ്പിച്ചു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമുള്ള രക്ഷ യഹൂദനും ജാതികൾക്കും ഒരുപോലെ ലഭ്യമായി. വീണ്ടെടുക്കപ്പെട്ടവർക്ക് ദൈവരാജ്യത്തിൽ നിത്യമായ ജീവിതം വാഗ്ദത്തമായി ലഭിച്ചു. ദൈവരാജ്യത്തിൽ അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. പഴയ നിയമത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളും എങ്ങനെയാണ് യേശുക്രിസ്തുവിൽ നിവൃത്തിയായതെന്നാണ് പുതിയ നിയമം വിശദീകരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതം, മരണം, ഉയർപ്പ് എന്നിവയിലൂടെ പഴയ നിയമം സമ്പൂർണ്ണമായി നിവർത്തിക്കപ്പെട്ടു. വീണ്ടെടുക്കപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടതും പരിശുദ്ധാത്മാവിനാൽ ശാക്തീകരിക്കപ്പെടുകയും ചെയ്ത പ്രമാണങ്ങളാണ് പുതിയ നിയമ ഉടമ്പടിയെ ഭരിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ പാപം ഒരിക്കലായും എന്നേക്കുമായും ക്രൂശുമരണം എന്ന യാഗത്തിലൂടെ ക്ഷമിക്കപ്പെടുകയും നീക്കം ചെയ്യപ്പെടുകയും ചെയ്തു. പാപപരിഹാരത്തിനെ ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങൾ പുതിയ നിയമ ഉടമ്പടി ആവശ്യപ്പെടുന്നില്ല. യേശുക്രിസ്തുവാണ് ഏക പുരോഹിതനും യാഗമൃഗവും. അവന്റെ ക്രൂശീകരണമാണ് പാപപരിഹാര യാഗം. ദൈവത്തിന്റെ സ്വന്തം ജനത്തിന് ദൈവവുമായി നേരിട്ടുള്ള ഗാഢമായ ബന്ധവും ദൈവസന്നിധിയിലേക്ക് പ്രവേശനവും ഉണ്ട്. ഒരു ഇതിവൃത്തം വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വേദപുസ്തകം. എങ്കിലും അതിലെ 2 ഭാഗങ്ങൾ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ വൈരുദ്ധ്യമല്ല, അവ പരസ്പര പൂരകങ്ങളാണ്. ഇവ തമ്മിലുള്ള ശ്രദ്ധേയമായ ചില വ്യത്യാസങ്ങൾ ഇതെല്ലാമാണ്. പഴയ നിയമം ദൈവിക വീണ്ടെടുപ്പ് പദ്ധതിയുടെ അടിസ്ഥാനമാണ്. പുതിയ നിയമം അതിന്റെ വെളിപ്പെടലിലും നിർവഹണവും സമ്പൂർണ്ണ നിവൃത്തിയുമാണ്. പഴയ നിയമപ്രമാണങ്ങൾ പുതിയ നിയമ സത്യത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള പഴയ നിയമത്തിലെ എല്ലാ പ്രവചനങ്ങളും പുതിയ നിയമത്തിൽ നിവർത്തിക്കപ്പെടുന്നു. പഴയ നിയമം പ്രധാനമായും പാപത്തിനെതിരായ ദൈവക്രോധവും അല്പമായ ദൈവകൃപയും വിവരിക്കുമ്പോൾ, പുതിയ നിയമം പ്രധാനമായും പാപികളോടുള്ള ദൈവകൃപയും അല്പമായ ദൈവക്രോധവും വിവരിക്കുന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിന്റെ ചരിത്രം പഴയ നിയമം വിവരിക്കുന്നു. പുതിയ നിയമം യേശുക്രിസ്തു എന്ന ഏക വ്യക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പുതിയ ഉടമ്പടിയിലെ സഭ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. പാപം കാരണം മനുഷ്യന് എങ്ങനെയാണ് പറുദീസ നഷ്ടപ്പെട്ടത് എന്നും അവർ എങ്ങനെയാണ് ദൈവത്തിൽ നിന്നും അകന്നു പോയതെന്നും പഴയ നിയമം പറയുന്നു. ഉടമ്പടിയിലൂടെ എങ്ങനെ പറുദീസ വീണ്ടും പ്രാപിക്കാമെന്നും ദൈവവുമായുള്ള ഗാഢമായ ബന്ധത്തിലേക്ക് എങ്ങനെ വീണ്ടും പ്രവേശിക്കാമെന്നും പുതിയ നിയമം പറയുന്നു. വരുവാനിരിക്കുന്ന മശിഹായും അവന്റെ ജീവിതവും പഴയ നിയമം വിവരിക്കുന്നു. പുതിയ നിയമം വെളിപ്പെട്ട മശിഹായുടെ ജീവിതവും യാഗവും വിവരിക്കുന്നു. പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ മശിഹായുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കുകയും നമ്മൾ അദ്ദേഹത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. പഴയ നിയമം ന്യായപ്രമാണങ്ങളുടെ വിവരണമാണ്. പുതിയ നിയമം യേശു എന്ന മശിഹ എങ്ങനെയാണ് ന്യായപ്രമാണത്തെ നിവർത്തിച്ചത് എന്ന് വിവരിക്കുന്നു. പഴയ നിയമത്തിലെ ഭൗതിക അനുഗ്രഹങ്ങൾ പുതിയ നിയമത്തിൽ ആത്മീയാനുഗ്രഹങ്ങൾക്ക് വഴിമാറി. പാപത്തെ ശിക്ഷിക്കുന്ന എന്നാൽ പാപപരിഹാര യാഗത്തിലൂടെ പാപികളെ രക്ഷിക്കുന്ന നീതിമാനും കൃപാലുമായ വിശുദ്ധ ദൈവം 2 ഭാഗങ്ങളിലും വെളിപ്പെടുന്നു. എങ്ങനെയാണ് മനുഷ്യർ വിശ്വാസം മൂലം ദൈവത്തോട് അടുത്ത് ചെല്ലേണ്ടത് എന്നാണ് എല്ലായിടത്തും വിവരിക്കപ്പെടുന്നത്.
പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും യുക്തിഭദ്രമായ പൊരുത്തപ്പെടൽ 3 മാർഗങ്ങളിലൂടെ വിശദീകരിക്കുവാൻ കഴിയും. അവ വാഗ്ദത്തം നിവൃത്തി, വേദപുസ്തകത്തിലെ ഉടമ്പടികൾ, സൂചകോപദേശം അഥവാ നിഴലും പൊരുളും എന്നിവയാണ്. വാഗ്ദത്തം നിവൃത്തി എന്ന രീതിയിൽ വേദപുസ്തകത്തെ പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ എല്ലാ ദൈവിക വാഗ്ദത്തങ്ങളും പുതിയ നിയമത്തിൽ നിവർത്തിക്കപ്പെടുകയോ ക്രിസ്തുവിന്റെ സഭയിലൂടെ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയോ ഭാവിയിൽ ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെടുകയോ ചെയ്യും എന്ന് മനസ്സിലാക്കാം. മത്തായിയുടെ സുവിശേഷം ഈ രീതിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ പഴയ നിയമ വാഗ്ദത്തങ്ങൾ എങ്ങനെ നിവർത്തിക്കപ്പെട്ടു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൽ ലൂക്കോസ് പൗലോസിന്റെ ആദ്യ പ്രസംഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 13:32-33 വാക്യങ്ങൾ. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചുവെന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോസ്തലന്മാർ ജനത്തെ അറിയിച്ച സുവിശേഷം പഴയ നിയമത്തിൽ പിതാക്കന്മാരുടെ ദൈവം ചെയ്ത വാഗ്ദത്തത്തിന്റെ നിവൃത്തി ആയിരുന്നു. 2 കൊരിന്ത്യർ 1:20. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. യേശുക്രിസ്തുവിന്റെ സുവിശേഷം പുതിയൊരു പ്രമാണമല്ല എന്ന് പൗലോസ് ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു. കാരണം ദൈവം ഇതേ സുവിശേഷം അബ്രഹാമിനെ അറിയിച്ചിരുന്നു. ഗലാത്യർ 3:8. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെടുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. വേദപുസ്തകത്തിന്റെ നിർമ്മിതിയുടെ നട്ടെല്ലാണ് ഉടമ്പടികൾ. വേദപുസ്തകത്തിന് നാനാത്വത്തിൽ ഏകത നൽകുന്നത് ഉടമ്പടികളാണ്. വേദപുസ്തകത്തിൽ പ്രധാനമായും 5 ഉടമ്പടികളാണുള്ളത്. ഇവയെല്ലാം യേശുക്രിസ്തു ഉറപ്പിച്ച പുതിയ ഉടമ്പടിയിലേക്ക് നമ്മളെ നയിക്കുന്നു. ആവർത്തന പുസ്തകത്തിൽ പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള പ്രത്യാശ മോശ പ്രവചിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 18:15. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ആവർത്തന പുസ്തകം 30:6. നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. യെരമ്യാ 31:31 വാക്യം മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ പുതിയ ഉടമ്പടിയെ പ്രവാചകൻ അവതരിപ്പിക്കുന്നുണ്ട്. യെശയ്യാവ്, യോവേൽ, സെക്കരിയാവ് എന്നീ പ്രവാചകന്മാരും പുതിയ ഉടമ്പടിയെ പ്രവചിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു പുതിയ ഉടമ്പടിയും അതിന്റെ എല്ലാ പ്രമാണങ്ങളും അതെങ്ങനെ സമ്പൂർണ്ണമായി നിവർത്തിക്കപ്പെടുമെന്നും പ്രഖ്യാപിച്ചു. അവന്റെ പ്രഖ്യാപനത്തോടെ പുതിയ ഉടമ്പടി ആരംഭിക്കപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ കാലത്ത് പഴയ നിയമം പ്രാബല്യത്തിലുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തു പ്രസംഗിച്ചതും ജീവിച്ചതും പ്രവർത്തിച്ചതും അവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ പുതിയ ഉടമ്പടി പ്രകാരം ആണ്. സൂചകോപദേശം അഥവാ നിഴലും പൊരുളും എന്നത് വേദപുസ്തകത്തിലെ സംഭവങ്ങളുടെയും വ്യക്തികളുടെയും സാമ്യ പഠനമാണ്. പഴയ നിയമകാലത്തിന്റെ ചരിത്രത്തിൽ കാണുന്ന പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലും അവന്റെ സഭയിലും നിവർത്തിക്കപ്പെട്ടിരിക്കുന്നതോ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതോ ഭാവിയിൽ നിവർത്തിക്കപ്പെടുന്നതോ ആയ വ്യക്തികൾ, സംഭവങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയാണ് നിഴലായി കാണുന്നത്. പഴയ നിയമത്തിൽ നിഴലായിരിക്കുന്നവയെ നിവർത്തിക്കുന്ന പുതിയ നിയമത്തിലെ വ്യക്തികൾ, സംഭവങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയാണ് പൊരുളായി കാണുന്നത്. ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതി ഇത്തരം നിഴലും പൊരുളുമായി വെളിപ്പെട്ടു വരുന്നു. സൂചകോപദേശം അഥവാ നിഴലും പൊരുളും പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഒരുപോലെ ബാധകമാക്കാവുന്ന ഒരു വ്യാഖ്യാന രീതിയാണ്. ആദ്യം കാണുന്ന നിഴലിനോട് പിന്നീട് കാണുന്ന പൊരുൾ ചേർന്ന് വരുന്നു. ഉദാഹരണത്തിന് ആദാം യേശുക്രിസ്തുവിന്റെ നിഴലാണ്. നോഹയും കുടുംബവും വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചത് ക്രിസ്തീയ സ്നാനത്തിന്റെയും നിഴൽ ആണ്. പഴയ നിയമത്തിൽ നിഴലായി കാണുന്നതെല്ലാം ക്രിസ്തുവിലേക്കും അവന്റെ സഭയിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. ക്രിസ്തുവാണ് എല്ലാറ്റിന്റെയും സാരാംശം. കൊലോസ്യർ 2:16-17 വാക്യങ്ങൾ. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ, ദേഹമെന്നതോ ക്രിസ്തുവിന് ഉള്ളത്. എബ്രായർ 10:1. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായ കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പഴയ നിയമത്തെ എങ്ങനെ വായിച്ചുവോ അതാണ് അത് വായിച്ച് ഗ്രഹിക്കുവാനുള്ള ശരിയായ രീതി. അപ്പോസ്തലന്മാർ പഴയ നിയമത്തെ വിശുദ്ധ തിരുവെഴുത്തുകളായി വായിച്ചു. പുതിയ സഭയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും പഴയ നിയമത്തിൽ കാണുന്നു എന്ന് അവർ വിശദീകരിച്ചു. 1 കൊരിന്ത്യർ 10:11.
ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയും ഇരിക്കുന്നു. റോമർ 15:4. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. 2 തിമോത്തിയോസ് 3:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ: നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ഇതിന്റെ അർത്ഥം പഠനം, ശാസനം, ഗുണീകരണം, നീതിയിലുള്ള പരിശീലനം എന്നിവയ്ക്ക് പഴയ നിയമം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ക്രിസ്തുവിനെയും അവന്റെ നിവർത്തിക്കപ്പെട്ട പ്രവൃത്തികളെയും വെളിപ്പെടുത്തുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്നും എമ്മോവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോയി. വഴിമധ്യേ ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു അവരോട് കൂടെ ചേർന്ന് നടന്നു. ശിഷ്യന്മാർ യേശുവിന്റെ മരണം, ഉയർപ്പിനെ കുറിച്ചുള്ള വർത്തമാനം എന്നിവയാൽ വളരെ നിരാശരും ആശയക്കുഴപ്പത്തിലുമായിരുന്നു. യേശുക്രിസ്തു അവരുടെ അവിശ്വാസത്തെ ശാസിച്ചു. പഴയ നിയമ പുസ്തകങ്ങൾ എങ്ങനെ വായിക്കണം എന്ന് യേശു പറഞ്ഞു കൊടുത്തു. ലൂക്കോസ് 24:26-27 വാക്യങ്ങൾ: ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇവിടെ യേശു എങ്ങനെയാണ് പഴയ നിയമ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചത് എന്ന് ലൂക്കോസ് പറയുന്നു. അവൻ അതിനെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി മാത്രമുള്ള ഒരു പുസ്തകമായി കണ്ടില്ല. പഴയ നിയമത്തെ യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഏകീകൃതമായ സാക്ഷ്യമായിട്ടാണ് അതിനെ വായിച്ചത്. അതേ ദിവസം യെരുശലേമിലായിരുന്ന ശിഷ്യന്മാർക്ക് യേശു വീണ്ടും പ്രത്യക്ഷനായി. അവൻ അവരോട് പറഞ്ഞു, ലൂക്കോസ് 24:44. പിന്നെ അവൻ അവരോട്: ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും, ന്യായപ്രമാണങ്ങൾ, പ്രവചന പുസ്തകങ്ങൾ, സങ്കീർത്തനം ഉൾപ്പെടെയുള്ള മറ്റു രചനകൾ എന്നിവയെല്ലാം യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശുക്രിസ്തു പഴയ നിയമത്തെ റദ്ദാക്കപ്പെട്ട പുസ്തകങ്ങളായി കണ്ടില്ല. അവയെല്ലാം യേശുക്രിസ്തുവിൽ നിവൃത്തിയായി എന്നാണ് അവൻ സാക്ഷിച്ചത്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ആവർത്തി ചോദിച്ച ഒരു ചോദ്യമുണ്ട്: തിരുവെഴുത്ത് എന്തു പറയുന്നു? ഇത് തന്നെ ആയിരിക്കണം നമ്മളുടെയും പ്രമാണം. പുതിയ നിയമം പഴയ നിയമത്തെക്കുറിച്ച് എന്ത് പറയുന്നു? റോമർ 4:3 തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. ഗലാത്യർ 4:30 തിരുവെഴുത്തോ എന്ത് പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കിക്കള, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശി ആകെയില്ല. മോശയും പ്രവാചകന്മാരും യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാണ് യോഹന്നാൻ 1:45 ഫിലിപ്പോസ് നഥനയേലിനോട് പറയുന്നത്. യോഹന്നാൻ 1:45 ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു അവനോട്: ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. മറ്റു ചില പഴയ നിയമ തിരുവെഴുത്തുകളും യേശുവിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് യേശുക്രിസ്തു തന്നെ സാക്ഷിക്കുന്നുണ്ട്. യോഹന്നാൻ 5:39 നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. യോഹന്നാൻ 5:46 നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ 12:41 യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. അപ്പോസ്തലപ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ ദാവീദിന്റെ ഒരു പ്രവചനം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എന്ന് പത്രോസ് വ്യാഖ്യാനിക്കുന്നു. സങ്കീർത്തനം 16:10 നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അപ്പോസ്തലപ്രവൃത്തിയിൽ 2:31 അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുൻകൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. പഴയ നിയമ പ്രവാചകന്മാർ ഇസ്രായേൽ പിതാക്കന്മാരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയിച്ചിരുന്നു എന്ന് എബ്രായ ലേഖന രചയിതാവ് സാക്ഷ്യം പറയുന്നു. എബ്രായർ 1:1-2 വാക്യങ്ങൾ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്ര മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. യേശുക്രിസ്തു എന്ന മശിഹ വരുമെന്നും അവൻ
തൻ്റെ ജനത്തിന് രക്ഷ സാധ്യമാക്കുമെന്നും ഇസ്രായേലിലെ എല്ലാ പ്രവാചകന്മാരും വിശ്വസിച്ചിരുന്നു. ഇതാണ് ഈ വാക്യങ്ങൾ സാക്ഷിക്കുന്നത്. ഈ സത്യം പത്രോസ് 1 ലേഖനം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. 1 പത്രോസ് 1:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെ മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിന്റെ ലക്ഷ്യം യേശുക്രിസ്തുവാണ്. യേശുവിനെ കൂടാതെ പഴയ നിയമം അപൂർണം ആണ്. ഞാൻ ഈ ചെറിയ പഠനം ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമം പുരാതന ചരിത്രം പറയുന്ന ഒരു കാലഹരണപ്പെട്ട ഗ്രന്ഥമല്ല. അത് പുതിയ നിയമം എന്ന പോലെ തന്നെ പുതിയതാണ്. പഴയ നിയമം അടിസ്ഥാനമാണ്. അതിനെ കൂടാതെ പുതിയ നിയമത്തെ ഗ്രഹിക്കുവാൻ സാധ്യമല്ല. ഈ 2 ഭാഗങ്ങളും പരസ്പര പൂരകങ്ങളായി സ്ഥിതി ചെയ്യുന്നു. പുതിയതിനെ വിശദീകരിക്കുവാൻ നമുക്ക് പഴയത് ആവശ്യമാണ്. പഴയതിലെ ആത്മീയ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ പുതിയത് നമുക്ക് ആവശ്യമാണ്. ഈ പഠനം അവസാനിപ്പിക്കട്ടെ. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.